സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിലെത്തുന്നു. പവന് 240 രൂപ വർദ്ധിച്ച് 52,520 രൂപയാണ് ഇന്നത്തെ വില. 6,565 രൂപയാണ് 1 ഗ്രാമിന്. ഓഹരി വിപണികളും സർവകാല റെക്കോർഡിലാണുള്ളത്. കൃഷ്ണ ചെറിയാൻ നമ്മളോടൊപ്പമുണ്ട് ബിസിനസ് ഡെസ്കിൽ നിന്ന്. കൃഷ്ണ, സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയരുന്നതിനുള്ള കാരണം എന്താണ്? വരും ദിവസങ്ങളിലും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാനാണോ സാധ്യത? ഗോപി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഏപ്രിൽ മാസത്തിൽ ഇപ്പോൾ 8 ദിവസമായിട്ടേ ഉള്ളൂ. പക്ഷേ 3 തവണയാണ് സ്വർണ്ണവില സർവകാല റെക്കോർഡ് തിരുത്തി മുന്നോട്ട് പോകുന്നത്. നമ്മൾ നോക്കിയാൽ ഏപ്രിൽ 1-ാം തീയതി 50,880 രൂപ മാത്രമായിരുന്നു ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില. അത് ഇന്ന് 8 ഏപ്രിലിൽ എത്തി നിൽക്കുമ്പോൾ 52,520 എത്തിയിരിക്കുകയാണ്. 1,640 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിൽ ഈ 8 ദിവസം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഗോപി ചോദിച്ചതുപോലെ ഇതിന്റെ കാരണം എന്താണ്? 3 പ്രധാന കാരണങ്ങളാണുള്ളത്. ഒന്ന്, അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കും എന്ന വാർത്ത. അതുകൊണ്ട് തന്നെ ആൾക്കാർ ബോണ്ടുകളിലും ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നും ഓഹരി നിക്ഷേപങ്ങളിൽ നിന്നും ഒക്കെ മാറി സ്വർണത്തിലേക്ക് നിക്ഷേപിക്കാനുള്ളൊരു സാധ്യത കൂടി കൂടുതൽ പേർ സ്വർണം വാങ്ങിക്കൂട്ടുന്നു. 2, ചൈനീസ് കേന്ദ്ര ബാങ്കും ചൈനയിലെ ജനങ്ങളും ഒക്കെ സ്വർണം വാങ്ങിക്കൂട്ടുന്നു. 50,000 കോടി രൂപയാണ് പ്രതിമാസം ചൈനീസ് വനിതകൾ സ്വർണത്തിനായി ഇപ്പോൾ ചെലവഴിക്കുന്നത്. ഒപ്പം തന്നെ ചൈനീസ് പീപ്പിൾസ് ബാങ്കും സ്വർണം നിരവധിയായി വാങ്ങിക്കൂട്ടുന്നു. മൂന്നാമത്തേത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളാണ്. ഇത് കാരണം കൂടുതൽ സുരക്ഷിത നിക്ഷേപം സ്വർണമാണെന്ന ആ ഒരു ഞാൻ തിരികെ വരാം. ഇപ്പോൾ എം വർഗീസ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ED അന്വേഷണത്തിൽ അദ്ദേഹം ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാകേണ്ടതാണ്. എം വർഗീസിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം. അദ്ദേഹം ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിനീത VJ അല്പസമയത്തിനകം അതിന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. കൃഷ്ണ, പറഞ്ഞോളൂ, തുടരാം. ശരി, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ 3 കാരണങ്ങളാണ് സ്വർണ്ണവില കൂടാനുണ്ടായത്. ഇന്ന് ഒരു പവൻ സ്വർണ്ണം ആഭരണ രൂപത്തിൽ കിട്ടണമെങ്കിൽ ഈ 52,520 രൂപ കൊടുത്താൽ മതിയാവില്ല. 52,520-നൊപ്പം 1,575 രൂപ 3% GSTയും അതേപോലെ തന്നെ ഒരു 10% പണിക്കൂലിയെങ്കിലും കൊടുക്കുകയാണെങ്കിൽ 5,252 രൂപയോ. അപ്പോൾ 59,347 രൂപ, 60,000 രൂപയോളം കൊടുക്കുമ്പോഴാണ് ഒരു പവൻ ആഭരണ രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ ഓഹരി വിപണികളും സർവകാല റെക്കോർഡുകൾ കടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. നിഫ്റ്റി 22,600-ന് മുകളിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 74,600-ന് മുകളിലും പോകുന്ന ഒരു കാഴ്ച കണ്ടു. ഇതിന് പ്രധാന കാരണം വീണ്ടും അമേരിക്കയിലെ തൊഴിൽ വിപണിയിലെ ഡേറ്റ വന്നിരുന്നു. അപ്പോൾ അവിടെ തൊഴിലവസരങ്ങൾ ഉണ്ട്, കൂടുതൽ പേർക്ക് ജോലി ലഭിക്കുന്നു, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ വളരെ ആരോഗ്യകരമായ സ്ഥിതിയിലാണ് എന്നൊക്കെയുള്ള വാർത്തകൾ അമേരിക്കൻ വിപണികളെ ഉത്തേജിപ്പിച്ചു. അത് തന്നെ മറ്റ് വിപണികളിലേക്കും ബാധിച്ചു. അതാണ് ഇന്ന് ഇന്ത്യൻ വിപണികളിലും കാണാൻ സാധിച്ചത്. വിവിധ മേഖലകൾ വലിയ മുന്നേറ്റത്തിലാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. ഇന്ന് ആദ്യമായി ഇന്ത്യൻ ഓഹരി വിപണിയുടെ ആസ്തി മൂല്യം 400 ലക്ഷം കോടി കടന്നു എന്ന പ്രത്യേകതയുമുണ്ട്. വെറും 9 മാസത്തിലാണ് 300 ലക്ഷം കോടിയിൽ നിന്ന് 400 ലക്ഷം കോടിയിലേക്ക് മാറുന്നത്. ഓഹരി ഉടമകൾക്കാണ് ഇതിന്റെ പ്രയോജനം എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഗോപി, കൃഷ്ണ ചെറിയാനാണ് വിവരങ്ങൾ നൽകിയത് ബിസിനസ് ഡെസ്കിൽ നിന്ന്.